റിപ്പോർട്ടർ ഇംപാക്ട് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശസ്ത്രക്രിയാ പ്രതിസന്ധിക്ക് പരിഹാരമായിരിക്കുകയാണ്. ഉപകരണങ്ങൾ അമൃത് ഫാർമസി വഴി എത്തിച്ചതോടെയാണ് മുടങ്ങിയ ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചത്. നേരത്തെ റീഷെഡ്യൂൾ ചെയ്ത സർജറികളും ആരംഭിച്ചു. ശസ്ത്രക്രിയ മുടങ്ങിയ വാർത്ത റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഉപകരണങ്ങൾ വാങ്ങാനും അമൃത് ഫാർമസിയുമായി കരാറിലേർപ്പെടാനും തീരുമാനമായിരുന്നു. പിന്നാലെയാണ് ശസ്ത്രക്രിയ ആരംഭിച്ചത്. സുനിഷ അയലൂർ നമുക്കൊപ്പം. സുനിഷ അയലൂർ, രോഗികൾക്ക് ആശ്വാസമാകുന്നു എന്നത് കേൾക്കുന്നതാണ് സന്തോഷം. ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചിരിക്കുന്നു. അങ്ങനെ ആ ഇടപെടലും ഫലം കാണുകയാണ്. സുനിഷ, വിവരങ്ങൾ. ഉറപ്പായിട്ടും സുജയ, അത് തന്നെയാണ്. നമ്മൾ ഒരുപക്ഷെ ഈ ഉപകരണങ്ങൾ എത്താതെ ചികിത്സ മുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ നിരവധി രോഗികൾ നമ്മളെ വിളിച്ചിരുന്നു. ഇങ്ങനെ ചികിത്സ മാറ്റിവെച്ചിട്ടുണ്ട്, മറ്റിടത്ത് പോയി ചികിത്സ നടത്തേണ്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞ് നിരവധി ആളുകൾ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ റീഷെഡ്യൂൾ ചെയ്ത് ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ച മുതലൊക്കെ ഈ ന്യൂറോ ഇന്റർവെൻഷണൽ ചികിത്സകൾക്ക് ഈ സർജറിയൊക്കെ മാറ്റിവെച്ചൊരു സ്ഥിതിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ആശങ്കയിലായിരുന്നു. പക്ഷേ ആ ആശങ്കക്കൊക്കെ വിരാമമായി ഈ തിങ്കളാഴ്ച മുതൽ, കഴിഞ്ഞ ദിവസം മുതൽ ഏതായാലും സർജറികൾ പുനരാരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും വലിയ പ്രതിസന്ധി എങ്ങനെ ഈ ഉപകരണങ്ങൾ എത്തുമെന്നുള്ളതായിരുന്നു. ഈ കരാറൊന്നും പുതുക്കാത്തത് കൊണ്ട് തന്നെ എത്തുന്നതിലെ ആശങ്ക തന്നെയായിരുന്നു. അന്നത്തെ യോഗത്തിൽ നമ്മൾ വാർത്ത കൊടുത്തതിന് പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. കേന്ദ്രമന്ത്രി തന്നെ നേരിട്ടെത്തി ഈ യോഗങ്ങൾ നടത്തുന്നു. ആ യോഗത്തിലാണ് കൃത്യമായി അമൃത് ഫാർമസി വഴി ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ മറ്റ് കേന്ദ്ര സ്ഥാപനങ്ങൾ വാങ്ങുന്നത് പോലെ ഈ ഉപകരണങ്ങൾ അമൃത് ഫാർമസി വഴി വാങ്ങാമെന്നുള്ളൊരു ധാരണയിലേക്ക് എത്തുന്നത്. അങ്ങനെ അന്നത്തെ യോഗത്തിൽ അത് കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് അമൃത് ഫാർമസിയുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നതും ഈ ഉപകരണങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ഉപകരണങ്ങൾ ഏതായാലും എത്തിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഉപകരണങ്ങൾ ആവശ്യമാണ്, അത്തരത്തിലുള്ള വിശദമായ വിവരങ്ങൾ ലിസ്റ്റ് നൽകാനായി ഫാർമസി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും പൂർണ്ണമായും ഓരോ ഈ ഉപകരണങ്ങളുടെയും റേറ്റ് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ രോഗികളെ സംബന്ധിച്ചിടത്തോളം ചികിത്സ ഏതായാലും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പ്രധാനമായും റീഷെഡ്യൂൾ ചെയ്ത ചികിത്സകൾ നേരത്തെ തന്നെ നടക്കാതെ പോയി അടുത്ത ആഴ്ച ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഓരോ ചികിത്സകളുണ്ട്, സർജറികളുണ്ട്, മേജർ സർജറികളാണ്. അതൊക്കെ തന്നെയും ഏതായാലും കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇപ്പോൾ ഈ ദിവസം വരെ ആകുമ്പോഴേക്കും ഏറെക്കുറെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ രോഗികളെ സംബന്ധിച്ചിടത്തോളം മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ നേരിട്ടിട്ടില്ല. ഇനി എത്തുന്നവർക്കും മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് നിലവിൽ കേൾക്കുന്നത്. സുജയ, വിവരങ്ങൾ നൽകിയത് സുനിഷ അയലൂരാണ്. നമ്മുടെ പ്രേക്ഷകരും ആ സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ വിഷയങ്ങളിൽ ഇടപെട്ട് അതിനൊരു പരിഹാരമാകുമ്പോൾ നമുക്കും ഒരു സന്തോഷം തോന്നുന്ന നിമിഷങ്ങളിലൊന്നാണ് ഇത്.